റിനു ശ്രീധർ, ഒരു സ്കൂളിൽ ഒരു റെക്കോർഡിൽ സീൽ വെക്കുന്നതിനെ ചൊല്ലി ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ ഒടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ അന്വേഷണത്തിൽ രണ്ട് ഭാഗവും കേൾക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ് റിനു? സുജയ, ഇന്ന് പുലർച്ചെ ഈ ബെൻസൺ എബ്രഹാമിന്റെ ബന്ധു സ്കൂളിൽ പരിശോധന നടത്തുമ്പോഴാണ് സ്കൂളിലെ കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടി റെക്കോർഡ് സൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായി സീൽ റെക്കോർഡിൽ വെക്കുന്നതിന് വേണ്ടി ഓഫീസ് റൂമിലേക്ക് എത്തുന്നു. ഇവിടുത്തെ ക്ലർക്കായിട്ടുള്ള സനൽ സീൽ നൽകിയില്ല. തുടർന്ന് വാക്കുതർക്കമുണ്ടാകുന്നു. ഈ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതിന്റെ മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു ആരോപണവുമുണ്ട്. ഈ എന്തായാലും ബെൻസൺ എബ്രഹാമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി ക്ലർക്കിന്റെ പേരെന്താണ്? ഇയാൾ ഇന്നലെ അവധി ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി അവധി ചോദിച്ചെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഈ കുഞ്ഞിന്റെ മരണത്തിൽ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ഈ ക്ലർക്കിന്റെ മോശം സംഭാഷണത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടും ഇതുവരെ ക്ലർക്കിനോട് വിശദീകരണം തേടാൻ പ്രിൻസിപ്പലിന് സമയമായില്ലേ റിനു? തീർച്ചയായും സുജയ, അതിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ സ്ഥലത്തെത്തി MLA മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രിൻസിപ്പൽ പറയുന്നത് സനൽ എന്ന് പറയുന്ന ഈ ക്ലർക്കിനോട് താൻ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അത് ഈ കുട്ടി ഓഫീസ് റൂമിലെത്തി തന്നോട് ഈ കാര്യങ്ങൾ പരാതിയായിട്ടല്ലെങ്കിൽ പോലും കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ചോദിച്ചത്. പക്ഷെ അതിനൊരു മറുപടിയും നൽകുവാനുള്ള ഒരു മനസ്സ് ഈ ക്ലർക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഒരു മറുപടിയും പറയാതെ പോയി. ഒപ്പം ഇന്നലെ രാത്രിയോടുകൂടി വാട്സപ്പിൽ ലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം നൽകുകയും ഇന്ന് ലീവ് എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ പ്രിൻസിപ്പലിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും ഏകദേശം 12 മണിക്കൂർ പിന്നിടുന്നു. എന്നിട്ട് പോലും ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടിയോ എടുക്കുവാൻ വേണ്ടി പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വലിയ പ്രതിഷേധം ഇതിൽ ഉയരുന്നുണ്ട്. രക്ഷിതാക്കളടക്കം ഈ സ്കൂളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടക്കുന്നുണ്ട്. MLA പറഞ്ഞത് നിലവിൽ ഇവിടെ നിന്ന് പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അറിയാവുന്നത്. ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു വാക്കേറ്റവും അതിനെ തുടർന്നുള്ള ഒരു സംവാദം ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായി, ചർച്ചയുണ്ടായി എന്നുള്ളതും MLAയും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ക്ലർക്കിന്റെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദിത്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ അടക്കം പറയുന്നത്. നേരത്തെ പലതവണ ഈ ക്ലർക്കിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ മറ്റു കുട്ടികളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പരാതികൾ ലഭിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ. പക്ഷേ ഈ ക്ലർക്കിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും നിലവിൽ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ടി.വി. പ്രസാദ്, ഈ ക്ലർക്ക് കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചു, തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നതാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ആരോപണം. കുട്ടികൾക്ക് നിരന്തരം സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായുള്ള വിവരങ്ങളാണോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൂടുതലായും വരുന്നത്? പ്രസാദ്, നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് ബോധ്യപ്പെടുന്നത്? സുജയ, ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അത് കൃത്യമല്ല എന്നുള്ളതാണ് സുജയ. കാരണം ഇന്നലെ റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ സീല് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കമുണ്ടായി എന്ന കാര്യം വസ്തുതയാണ്. ആ തർക്കമുണ്ടായപ്പോൾ അത് എന്താണ് സംഭവിച്ചത്? അതായത് സ്കൂളിലെ പ്രിൻസിപ്പൽ രക്ഷാകർത്താക്കളോട് ഇന്ന് സ്കൂളിലെത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ സ്കൂളിലെത്താൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആവശ്യപ്പെടണമെങ്കിൽ എന്താണ് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് എന്ന് പ്രിൻസിപ്പൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പ്രിൻസിപ്പൽ ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. അതായത് കുട്ടി മോശമായി പെരുമാറി എന്ന നിലയിലാണ് ആ പ്രിൻസിപ്പൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ക്ലർക്ക് എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കേണ്ട ബാധ്യത അത് പ്രിൻസിപ്പാളിനുണ്ട്. ആ പ്രിൻസിപ്പൽ ആ ചോദ്യത്തിൽ നിന്ന് മാറുന്നു എന്ന് മാത്രമല്ല, ക്ലർക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് എന്ന് സ്ഥിരീകരിക്കാൻ അതിൽ പ്രിൻസിപ്പാൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അങ്ങനെ ക്ലർക്കുമായി സംസാരിച്ച് ക്ലർക്കിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കണം പ്രിൻസിപ്പൽ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തേണ്ടത്. അതല്ലാതെ സ്കൂളിൽ വെച്ച് നടന്ന ഒരു വഴക്കിൻ്റെ പേരിൽ
കുട്ടിയുടെ രക്ഷിതാക്കളെ മാത്രം വിളിച്ചു വരുത്തുന്ന നിലയിലേക്ക് മാറി എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുരുതരമായ വീഴ്ചയായിട്ട് തന്നെ ഇത് കാണേണ്ടി വരും. എന്തായാലും രണ്ട് ഭാഗവും കേൾക്കുന്ന സമയത്ത്, അതായത് കുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗവും സ്കൂളിൻ്റെ ഭാഗവും കേൾക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഇതിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊരു കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് മാറാനുള്ള സംഭവം എന്താണ് നടന്നത് എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്. പല സ്കൂളുകളിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ, അല്ലെങ്കിൽ സ്കൂളിലെ അനധ്യാപകരും തമ്മിൽ പല വിധത്തിലുള്ള വിഷയങ്ങളും ഉണ്ടാവാറുള്ളതാണ്. ആ വിഷയങ്ങൾ സ്കൂളിൽ തന്നെ പറഞ്ഞു തീർക്കാറുമുള്ളതാണ്. അതുകൊണ്ടാണ് സമാനമായ അനുഭവങ്ങൾ മറ്റു സ്കൂളുകളിൽ ഒന്നുമില്ലാതെ സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഈ കുറ്റിച്ച സ്കൂളിൽ യഥാർത്ഥത്തിൽ അത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന കാര്യം പ്രാഥമികമായി തന്നെ വ്യക്തമാണ്. ആ സ്കൂളിലെ കുട്ടിയുടെ സീല് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അനധ്യാപകരുമായി ഒരു തർക്കമുണ്ടാകുമ്പോൾ അതിലിടപെടുകയും അത് അപ്പോൾ തന്നെ പരിഹരിക്കുകയും ചെയ്യുക എന്ന ബാധ്യത അത് സ്കൂൾ അധികൃതരുടേതാണ്, പ്രത്യേകിച്ച് പ്രിൻസിപ്പാളിൻ്റേതാണ്. പ്രിൻസിപ്പാൾ പറയുന്നത് ക്ലർക്കിനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി ഈ ക്ലർക്ക് അവധിക്ക് പൊടുന്നനെ അപേക്ഷിക്കണമെങ്കിൽ ആ ക്ലർക്കിൻ്റെ ഭാഗത്തു നിന്ന് പോരായ്മ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്നിട്ടും ഒരുപക്ഷെ ഇതറിഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ ഇക്കാര്യം മറച്ചു വെക്കുകയാണോ? കാരണം മരണം നടന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഒരു സ്കൂളിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ കേട്ടുകേൾവിയില്ലാത്തത് തന്നെയാണ്. സ്കൂളിലാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് ഭാഗവും കേൾക്കുന്ന സമയത്ത് ചില പൊരുത്തക്കേടുകളുണ്ട് സുജിയ. കൂടുതൽ അന്വേഷണം തുടരണം. എന്തുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ ഒരു സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ ആ കുട്ടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാരണം എന്താണ് എന്നത് പറയുന്നതിലേക്ക് ആ സ്കൂൾ അധികൃതർ എത്തിയേ തീരൂ. ഈ റെക്കോർഡ് സൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്ലർക്ക് പറഞ്ഞത് ആ കുട്ടിയെ അത്രയധികം വേദനിപ്പിച്ചിരുന്നു. ക്ലർക്ക് എന്തുകൊണ്ടാണ് ഇന്ന് സ്കൂളിലേക്ക് വരാത്തത് എന്നതിൽ അവിടെ നിൽക്കുന്നു. ക്ലർക്കിനോട് വിശദീകരണം തേടാൻ ഇനിയും എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യവുമുണ്ട്.